ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ വ്യത്യസ്തമായിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഉണ്ണിക്കാമ്പ് എടുത്തിട്ട് അതിനെ കൊണ്ടുള്ള ചില വിഭവങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും ഉണ്ണിക്കാമ്പ് കൊണ്ടെന്ത് വ്യത്യസ്ത വിഭവങ്ങളാണ്. അത് നമുക്ക് വഴിയേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാധാരണ ഉണ്ണിക്കാമ്പ് തോരൻ, ഇന്ത്യൻ കറി അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു 2 സാധനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഉണ്ണിക്കാമ്പ് പൊളിക്കുകയാണ്. ഉണ്ണിക്കാമ്പ് പൊളിക്കുമ്പോൾ എല്ലാ ആൾക്കാരും എതളായിട്ട് പൊളിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്ത് ചെയ്യും, മൊത്തമായിട്ട് കീറിങ് എടുക്കും. ഇങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ണിക്കാമ്പ് പൊളിക്കുക. അല്ലാതെ ഓരോ ഇതള് നമ്മൾ പൊളിക്കാൻ നിന്നാൽ സമയനഷ്ടം ഉണ്ടാകും. അപ്പം നമ്മൾ നിമിഷ നേരം കൊണ്ട് നമ്മളെ ഉണ്ണിക്കാമ്പ് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ എളുപ്പത്തിലുള്ള ഒരുപാട് വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മളെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തി വെച്ചേക്കുക. ഇങ്ങനെ ഉപകാരപ്രദമായ ഒരുപാട് സാധനങ്ങൾ ഇനിയും നമ്മൾ പറഞ്ഞു തരാനുണ്ട്. ഉണ്ണിക്കാമ്പ് എത്ര പെട്ടെന്ന് നമ്മൾ പൊളിച്ചു കഴിഞ്ഞ്. അപ്പം ഇതിനെ കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ. നമ്മളിന്ന് ഉണ്ണിക്കാമ്പ് കൊണ്ടുണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 2 വിഭവങ്ങൾ. ഒന്ന് ഉണ്ണിക്കാമ്പിൻ്റെ അച്ചാർ, 2 ഉണ്ണിക്കാമ്പ് ഉപ്പിലിട്ടത്. രണ്ടും ഒരേ സമയത്ത് നമ്മൾ ചെയ്യണം. ഉണ്ണിക്കാമ്പിൻ്റെ ഏത് വിഭവമാണെങ്കിലും നമ്മൾ ആദ്യം ഇതിനെ വളരെ ചെറുതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുറിച്ചെടുക്കണം. അപ്പം നമ്മളിതിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഉപ്പിലിടുന്നതിനാണെങ്കിലും അതേപോലെ തന്നെ അച്ചാറിനാണെങ്കിലും കുറച്ച് കട്ടിയിൽ, തീരെ നൈസായി പോകണ്ട, കുറച്ച് കട്ടിയിൽ മുറിച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. എന്നാലാണ് നമുക്കൊരു കഷ്ണം ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുള്ളൂ അച്ചാറിനൊക്കെ. ഉണ്ണിക്കാമ്പിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. ഈ പകുതി മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഉപ്പിലിടുക. ഉപ്പിലിടാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഉണ്ണിക്കാമ്പ്, മുറിച്ച ഉണ്ണിക്കാമ്പ് മുഴുവൻ അതിലേക്ക് ഇടുകയാണ്. ഉണ്ണിക്കാമ്പ് ഉപ്പിലിട്ടതൊന്നും നമ്മൾ എവിടെ പോയാലും കാണില്ല. എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിക്കാമ്പ് ഉപ്പിലിട്ടതാണ്. പക്ഷെ അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ട് കാണാറില്ല. അപ്പം നമ്മൾ ഉണ്ണിക്കാമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പ് കുറച്ച് നല്ലോണം വേണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപ്പിലിട്ടതാണല്ലോ. ഉപ്പിലിട്ടതിൻ്റെ പേര് വരാൻ കാരണം തന്നെ ഉപ്പ് അധികം ഉള്ളതല്ലേ. അപ്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കണേ. കാരണം നല്ല പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ അത് പൂപ്പൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചീന്തിയിടണം. ഉപ്പിൻ്റെ കൂടെ കുറച്ച് എരിവും കൂടി ഉണ്ടാവണം. എന്നാലാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ ഉപ്പിലിട്ടതിനൊക്കെ ആ എരിവും കൂടി വരുമ്പോൾ അതിൻ്റെ രുചി നല്ല ഇതല്ലേ. ചെറുപ്പകാലങ്ങളിൽ നമ്മൾ എത്ര ഉപ്പിലിട്ടുകൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. മതി, ഇത്രയും പച്ചമുളക് മതി. ഇതിലേക്ക് വിനാഗിരി, സുർക്ക എന്നെല്ലാം പറയും, അതൊരു പകുതി, 1/2 ലിറ്റർ, 1 ലിറ്ററിന്റെ പകുതി നമ്മൾ ഒഴിക്കണം. നമ്മൾ ഉപ്പിലിട്ടതിൻ്റെ നടപടി ഏതാണ്ടായിട്ടുണ്ട്. ഉപ്പിട്ട് പച്ചമുളകിട്ട് സുർക്ക ഒഴിച്ച് ഏതാണ്ടെല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, 1 2 3 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ഇതെന്താവുക, ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പിലിട്ടത് ആവുക. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. എളുപ്പം ചെയ്യാം, വളരെ സിമ്പിളായിട്ട്. വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ വെട്ടുക, ഉണ്ണിക്കാമ്പ് എടുക്കുക. കുലച്ച വാഴയിലേ ഉണ്ണിക്കാമ്പ് ഉണ്ടാവുക. എല്ലാ വാഴ വെട്ടിയാലും ഉണ്ണിക്കാമ്പ് ഉണ്ടാവില്ല. അത് വെട്ടിയിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് ഉണ്ടാക്കി വെക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോറിനോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള സാധനം. ഉറപ്പ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ.
അടുത്ത വിഭവം ഉണ്ണിക്കാമ്പ് അച്ചാറാണ്. ഉണ്ണിക്കാമ്പ് അച്ചാറിടാൻ എന്ത് ചെയ്യണം? വട്ടത്തിലുള്ളതിനെ നീളത്തിൽ മുറിക്കണം, ഉള്ളതിനെ ചെറുതാക്കി മുറിക്കണം. അങ്ങനെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. അപ്പം അച്ചാറിടാനുള്ള ഉണ്ണിക്കാമ്പ് നമ്മൾ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനെയൊക്കെ ജയിലടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണി ഇവിടെ ഉണ്ട്. ഈ ഭരണി എന്ന ജയിലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ഈ ഉണ്ണിക്കാമ്പിനെ അച്ചാറായിട്ട് ഇടുന്നത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുക്കണം. പൊടിയായിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് ഇഞ്ചി അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി ചെറുതായി മുറിക്കണമെന്നില്ല, തോല് കളഞ്ഞിട്ട് നേരെ നെടുകെ മുറിച്ചെടുത്താൽ മതി. ഈ രീതിയിൽ വെളുത്തുള്ളി അച്ചാറിന്റെ കൂടെ വെളുത്തുള്ളി കടിക്കുന്നത് ഒരു രസമുള്ള ഇതാണ്. തറിമുറികളൊക്കെ കഴിഞ്ഞു. ഇനിയാണ് എന്ത് ചെയ്യുന്നുള്ളത്? നമ്മുടെ അച്ചാറിന്റെ പ്രധാന ഘട്ടങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ നല്ലെണ്ണ തന്നെ എടുക്കണേ. അച്ചാറിന് നല്ലെണ്ണ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ. നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാലേ അച്ചാറിന് അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലെണ്ണ കുറച്ചൊഴിക്കുക. അപ്പൊ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇടുകയാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മാത്രം, അതിൽ കൂടുതൽ വേണ്ട. അത് അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായി പോകണ്ട, കുറച്ചേ വേണ്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് പ്രധാനപ്പെട്ട സാധനമായ അച്ചാർ പൊടി ഒരു 25-30 ഗ്രാമേ ഇതിന് വേണ്ടി വരുള്ളൂ. അത്രയൊക്കെ വേണ്ടുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടുക. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് നമ്മൾ എടുക്കണം. അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും, നല്ല ഇരുണ്ട നിറമായിട്ട് വരും വഴറ്റി വരുന്ന സമയത്ത്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. എല്ലാവരും ചേർക്കുന്നുണ്ടാവും. ഇതാണത്. ഇത് കടുക് പൊടിച്ചതാണ്. അച്ചാറിന് നല്ല ഫ്ലേവർ കിട്ടും. ഈ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ കളർ ഏതാണ്ട് ഡാർക്ക് ബ്രൗൺ ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉണ്ണിക്കാമ്പ് ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ മസാല, അതായത് ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ള ഇത് ഉണ്ണിക്കാമ്പിന്റെ എല്ലാ ഉണ്ണിക്കാമ്പിലേക്കും എത്തുന്ന അത്രയും രീതിയിൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ഇളക്കി കൊടുക്കുക. എന്നിട്ട് കളർ തന്നെ ഉണ്ടോ എന്താ അതിന്റെ കളറ്. ഇനി ഇതൊന്ന് നന്നായി വാടി വരണം. ഇതിന്റെ ഒരു പച്ചപ്പ്, അതായത് നമ്മൾ ഇതിന്റെ ഒരു ഉണ്ണിക്കാമ്പിനൊരു പച്ച കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അല്ലേ, അതൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വഴറ്റിയെടുക്കണം. ഉണ്ണിക്കാമ്പ് അപ്പം നമ്മൾ നന്നായി വാടി വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ വിധി വന്നു. ഇനി ഇതിനെ ജയിലിലേക്ക് അടക്കാനാണ് വിധി. നമ്മുടെ ഭരണി എന്ന ജയിലിലേക്ക് അടക്കണം. അപ്പം അതിന്റെ വിധിയൊക്കെ വന്നു കഴിഞ്ഞു, ഏതാണ്ട് വാടി വന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഭരണിയിലേക്ക് മാറ്റിയിട്ട് വേണം അടുത്ത നടപടിയാക്കാൻ. നമ്മളെ ഉണ്ണിക്കാമ്പ് ഏതാണ്ട് നല്ല വാടി നല്ല വന്നിട്ടുണ്ട്. അച്ചാറിന്റെ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഭരണിയിലേക്ക് മാറ്റുകയാണേ. നമ്മൾ ഭരണിയിലേക്ക് നമ്മളെ ഉണ്ണിക്കാമ്പിന്റെ അച്ചാറിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല കുറച്ച് കറിവേപ്പിലിടുക. പിന്നെ ആവശ്യത്തിന് എന്ത് ചെയ്യണം? സുറുക്ക് ഒഴിക്കണം. അതിൻ്റെ അകത്ത് വിനാഗിരി എത്രയാണോ വേണ്ടത് അത്രയും ഒഴിക്കാവേ.
ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ ഇടുക. എന്തെങ്കിലും എരിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ രീതിയിലേക്ക് നമ്മൾ ചെയ്തിട്ട് വേണം ഇത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഉപ്പെല്ലാം ഉണ്ട്, ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാ. അപ്പൊ അവസാന നടപടി കുറച്ച് കായപ്പൊടി. ഇത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഉണ്ണിക്കാമ്പിന്റെ അച്ചാറിന്റെ മുകളിൽ നമ്മൾ കുറച്ച് കായപ്പൊടി വിതറി വെക്കുക. പിന്നെ ഇളക്കണ്ട, കായപ്പൊടി അവിടെ നിന്നോട്ടെ. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടുക്, അത് പൊടിച്ച കടുക് എന്ത് ചെയ്യുക, കുറച്ച് അതിലേക്ക് വിതറുക. കുറച്ചേ വേണ്ടു. അച്ചാറിന്റെ നടപടികളൊക്കെ പൂർത്തിയായി. നടപടികൾ പൂർത്തിയായാൽ ജയിലിലേക്ക് അയക്കുക, അതാണ് പതിവ്. അപ്പം ഇതിനെ നമ്മൾ നന്നായിട്ട് വരിഞ്ഞ് കെട്ടണം, പുറത്തു പോകരുത്. ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഒരാൾ പോലും. ഉണ്ണിക്കാമ്പിന്റെ അച്ചാറ്, ഉണ്ണിക്കാമ്പ് ഉപ്പിലിട്ടത് രണ്ടും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, കാരണം ഇതൊന്ന് സെറ്റായിട്ട് വരണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും എടുക്കും. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു വീഡിയോ അത് അടുത്ത ഇതായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതിന്റെ രുചി നിങ്ങൾക്ക് അറിയണമെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടാലേ ഇതെന്താണെന്ന് അറിയൂ. അപ്പോൾ ഇതിന്റെ രുചി അറിയണമെങ്കിൽ അടുത്ത വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ ചാനലില് ഇത് നിങ്ങളും ചെയ്തു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഒന്നും കൂടി മറക്കാതെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ അമർത്തണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വീഡിയോകൾക്കുമായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് വരാനുള്ളതാണ്.